യേശുവിന്റെ പ്രസംഗം കേട്ട ജനം ഇങ്ങനെ ആയിരിക്കുകയാണ്. ഇനിയും കേൾക്കണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ്. യേശു അവരെ കണ്ട് മനസ്സറിയുകയാണ്. യേശു അവരെ നോക്കിയിട്ട് ഈ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്ക് കഴിക്കാൻ കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഫിലിപ്പോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 200 പണത്തിന് അപ്പം വാങ്ങിച്ചാൽ പോലും ഇവർക്ക് തികയുകയില്ല, ഇവർക്ക് തികയില്ല എന്ന് പറയുകയാണ്. പ്രശ്നത്തെ അവൻ സാധ്യതകളെ കണ്ടെത്താതെ അസാധ്യമാക്കി അവൻ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അന്ത്രയോസ് മുന്നിലോട്ട് കടന്നു വരികയാണ്. അന്ത്രയോസ് പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരു സാധ്യത കണ്ടെത്തുകയാണ്. ആ സാധ്യത മറ്റൊന്നുമായിരുന്നില്ല, 5 അപ്പവും 2 മീനുമുള്ള ഒരു ബാലകൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവനിലുള്ള അനുഗ്രഹം അനുഗ്രഹമായി എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സാധ്യതയെ തിരിച്ചറിഞ്ഞ് ഈ ബാലനെ കൊണ്ട് അന്ത്രയോസ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഈ സാധ്യതയും ബാലനെയും പരിചയപ്പെടുത്തിയപ്പോൾ 12 കൊട്ട അപ്പം നിറച്ചെടുത്തു, ബാക്കിയായി വന്നു. ഇവരെല്ലാവരും ഭക്ഷിച്ചതിനു ശേഷം 12 കൊട്ട അപ്പം ബാക്കിയായി വന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തിന്റെ മധ്യത്തിൽ സാധ്യതകളെ കണ്ടെത്തി മറ്റുള്ളവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ആരെങ്കിലും ഒരു പ്രശ്നം വന്ന് പറയുന്ന സമയത്ത്, കർത്താവ് ഒരു പ്രശ്നം നിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, ഫിലിപ്പോസിനെ പോലെ ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കാതെ ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഒരു സാധ്യതയെ കണ്ടെത്തി ആ സാധ്യതയെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നിന്ന് നീ അനുഗ്രഹം പ്രാപിക്കണം, മറ്റുള്ളവരും അനുഗ്രഹം പ്രാപിക്കണം എന്നാണ് അന്ത്രയോസ് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ വലിയ പാഠം. മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റിയവരായിരുന്നു അന്ത്രയോസ്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അസാധ്യതയല്ല ഈ മനുഷ്യൻ പരിചയപ്പെടുത്തിയത്, സാധ്യതയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പോസിബിലിറ്റിയെ പോസിബിളാക്കി മാറ്റുവാൻ ഈ മനുഷ്യൻ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ്. അസാധ്യത്തെ അല്ലെങ്കിൽ സാധ്യതയെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ ഈ മനുഷ്യൻ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന്റെ മാർഗം അനുകരിക്കുന്നവരാണ് നിങ്ങൾ. ഒരു പ്രശ്നം വരുമ്പോൾ അസാധ്യമാണെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ പോലെ വാതിലടക്കാതെ അന്ത്രയോസിനെ പോലെ ആ വാതിലുകളെ ദൈവത്തിന്റെ ശക്തിയിലേക്ക് കൊണ്ടുപോയി നോക്കാം. ദൈവത്തിന്റെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.